പ്രഭാതത്തിന്റെ ഇളം വെയിൽ കൊച്ചി നഗരത്തെ തഴുകി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നഗരം അതിന്റെ പതിവ് തിരക്കുകളിലേക്ക് എപ്പോഴേ ഉണർന്നു കഴിഞ്ഞിരുന്നു. നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന സെഷൻസ് കോടതി പരിസരത്ത് സമയം രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജനസമുദ്രം രൂപപ്പെട്ടിരുന്നു. കറുത്ത ഗൗണണിഞ്ഞ അഭിഭാഷകർ, നെഞ്ചോട് ചേർത്ത ഫയലുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ഗുമസ്തന്മാർ, കാക്കി യൂണിഫോമിന്റെ ഗൗരവം വിടാതെ നിൽക്കുന്ന പോലീസുകാർ, പിന്നെ നീതിപീഠത്തെ അവസാനാശ്രയമായി കണ്ട് കണ്ണീരോടെ കാത്തു നിൽക്കുന്ന സാധാരണക്കാർ, അങ്ങനെ പലവിധ മനുഷ്യരുടെ സംഗമ ഭൂമിയായിരുന്നു അവിടം. അന്തരീക്ഷത്തിലെങ്ങും വാഹനങ്ങളുടെ ഹോൺ മുഴക്കങ്ങളും ജനക്കൂട്ടത്തിന്റെ ആരവങ്ങളും പരസ്പരം കലർന്ന് ഒരു വലിയ ശബ്ദകോലാഹലം തന്നെ സൃഷ്ടിച്ചിരുന്നു. ഈ തിരക്കുകൾക്കിടയിലൂടെയാണ് പ്രശസ്തനായ ജഡ്ജി ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ കാർ കോടതിയുടെ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് വന്നത്. 52കാരനായ ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ ആ കോടതിയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തെ നീണ്ടതും പ്രൗഢവുമായ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് കേസുകളിലാണ് അദ്ദേഹം വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ മുഖത്ത് സ്ഫുരിക്കുന്ന കാർക്കശ്യവും കണ്ണുകളിലെ തീക്ഷ്ണതയും കണ്ടാൽ ഏതൊരാളും അദ്ദേഹത്തെ ഒരു കണിശക്കാരനായ ന്യായാധിപനായി മാത്രമേ വിലയിരുത്തൂ. എന്നാൽ പുറമേ കാണുന്ന ഈ ഗൗരവത്തിന്റെ മൂടുപടത്തിനുള്ളിൽ അങ്ങേയറ്റം ദയാലുവായ മനുഷ്യപ്പറ്റുള്ള ഒരു മനസ്സുണ്ടെന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. കാറിൽ നിന്നിറങ്ങിയ അദ്ദേഹം തന്റെ കറുത്ത കോട്ടും ഔദ്യോഗിക വസ്ത്രങ്ങളും ഒന്ന് ക്രമീകരിച്ച ശേഷം കോടതിയുടെ കൽപ്പടവുകൾ കയറാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ അടുക്കി വെച്ച് ചിന്തകളിൽ മുഴുകി ഗൗരവത്തിൽ മുന്നോട്ട് നടന്നു പോകുന്നതിനിടയിൽ ആരും അറിയാതെ ഒരു ചെറിയ അബദ്ധം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ പോക്കറ്റിലിരുന്ന ആ കറുത്ത ലെതർ പേഴ്സ് അശ്രദ്ധമായി കോടതിയുടെ പടവുകളിലേക്ക് താഴെ വീണു. ജനങ്ങളുടെ ബഹളങ്ങൾക്കും തിരക്കുകൾക്കുമിടയിൽ ആ പേഴ്സ് നിലത്ത് വീണ ശബ്ദം ആരും തന്നെ ശ്രദ്ധിച്ചില്ല. ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ തനിക്ക് നഷ്ടപ്പെട്ടതെന്താണെന്ന് അറിയാതെ മുന്നോട്ട് നടന്നു മറഞ്ഞു. ആ കൽപ്പടവുകൾക്ക് തൊട്ടടുത്ത് തന്നെയായിരുന്നു 14 വയസ്സുകാരനായ കണ്ണന്റെ ലോകം. കട എന്ന് പറയാൻ മാത്രം ഒന്നുമില്ലാത്ത ഒരു ചെറിയ നാരങ്ങാ വെള്ളം വിൽക്കുന്ന വണ്ടി, കാലപ്പഴക്കം ചെന്ന ഒരു തടിമേശയും അതിനു മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന കുറച്ച് നാരങ്ങകളും ഏതാനും ഗ്ലാസും ഒരു പാത്രം വെള്ളവും, അതായിരുന്നു കണ്ണന്റെ ഏക ഉപജീവന മാർഗം. ഉഷിഞ്ഞ വസ്ത്രങ്ങളും പൊടിപിടിച്ച മുഖവും മെലിഞ്ഞ ശരീരപ്രകൃതിയുമായിരുന്നു അവനെങ്കിലും ആ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം തിളക്കമുണ്ടായിരുന്നു. ജീവിതത്തോട് പടപൊരുതാൻ തയ്യാറായ ഒരു യോദ്ധാവിന്റെ തിളക്കം. രാവിലെ 8 മണിക്ക് തുടങ്ങുന്നതാണ് അവന്റെ കച്ചവടം. ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളത്തിന് വെറും 10 രൂപ നിരക്കിൽ വിറ്റ് ദിവസം മുഴുവൻ വെയിലത്ത് നിന്ന് കഠിനാധ്വാനം ചെയ്താൽ അവനെ കിട്ടുന്നത് എങ്ങനെയെങ്കിലും 200-300 രൂപയോ ആയിരിക്കാം. ആ തുച്ഛമായ വരുമാനമാണ് അവന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം. ജഡ്ജി നടന്നു പോയ വഴിയിൽ പടവുകളിൽ അനാഥമായി കിടക്കുന്ന ആ കറുത്ത പേഴ്സ് പെട്ടെന്നാണ് കണ്ണന്റെ കണ്ണുകളിൽ ഉടക്കിയത്. അവൻ ചുറ്റുമൊന്ന് നോക്കി. ആരും അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് സാവധാനം അടുത്തു ചെന്ന് അത് കയ്യിലെടുത്തു. പേഴ്സ് തുറന്നു നോക്കിയ കണ്ണന്റെ ഹൃദയമിടിപ്പ് നിമിഷ നേരം കൊണ്ട് ഇരട്ടിയായി. അവൻ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. കാരണം അതിനുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന കുറച്ചധികം രൂപയുടെ നോട്ടുകൾ, സ്വർണ്ണ നിറത്തിലുള്ള 1ലധികം ക്രെഡിറ്റ് കാർഡുകൾ, പാൻ കാർഡ്, തിരിച്ചറിയൽ രേഖകൾ എന്നിവയുണ്ടായിരുന്നു. തന്റെ ചെറിയ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു തുക അവൻ നേരിട്ട് കണ്ടിട്ടില്ല. സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആ പണം കണ്ടപ്പോൾ അവന്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. കണ്ണന്റെ കുടുംബത്തിന്റെ അവസ്ഥ അത്രമേൽ ദയനീയമായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അവന്റെ അമ്മ ഗുരുതരമായ അസുഖം ബാധിച്ച് കിടപ്പിലാണ്. ശ്വാസകോശത്തിലെ കടുത്ത അണുബാധ കാരണം അവർക്ക് ശ്വസിക്കാൻ പോലും ഏറെ പ്രയാസമായിരുന്നു. ഓരോ തവണ ചുമയ്ക്കുമ്പോഴും ആ അമ്മ അനുഭവിക്കുന്ന വേദന കണ്ട് കണ്ണന്റെ ഹൃദയം പിടയുകയായിരുന്നു. ഡോക്ടർ നിർദ്ദേശിച്ച വില കൂടിയ മരുന്നുകൾ വാങ്ങാൻ കയ്യിൽ കാശില്ലാതെ അവൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. വീട്ടുവാടക മുടങ്ങിയിട്ട് 3 മാസമായി. വീട്ടുടമസ്ഥൻ എപ്പോൾ വേണമെങ്കിലും അവരെ ആ ചെറിയ കുടിലിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം. അനിയത്തിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കാത്തതിനാൽ അവളെ സ്കൂളിൽ നിന്നും പുറത്താക്കുമെന്ന് പ്രിൻസിപ്പാളിന്റെ അന്ത്യശാസനം ലഭിച്ചു കഴിഞ്ഞു. ഒരു വശത്ത് ദാരിദ്ര്യം, മറുവശത്ത് അമ്മയുടെ ജീവൻ. കയ്യിലിരിക്കുന്ന ഈ പേഴ്സിലെ പണം മതി അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ. അമ്മയ്ക്ക് നല്ല ചികിത്സ നൽകാം, വാടക കൊടുക്കാം, അനിയത്തിയെ തുടർന്നും പഠിപ്പിക്കാം. ഇതാരും കണ്ടില്ലല്ലോ. ഈ പണമെടുത്ത് സ്വന്തം പോക്കറ്റിലിട്ടാൽ ആരും അറിയാൻ പോകുന്നില്ല. അവന്റെ ഉള്ളിലെ സ്വാഭാവികമായ മാനസിക ചോദന അവനെ പ്രലോഭിപ്പിച്ചു കൊണ്ടുവന്നിരിച്ചു. ദാരിദ്ര്യം പലപ്പോഴും മനുഷ്യനെ വഴി തെറ്റിക്കാറുണ്ട്. ആ നിമിഷത്തിൽ അവനും ഒരു പക്ഷെ പതറിപ്പോയനെ. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ രോഗശയ്യയിൽ കിടക്കുന്ന അമ്മയുടെ ക്ഷീണിച്ച മുഖമാണ്. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കൈപ്പുനീർ കുടിക്കുമ്പോഴും ആ അമ്മ അവനെ എപ്പോഴും പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. മോനെ, എത്ര വലിയ വിശപ്പുണ്ടായാലും എത്ര കഷ്ടപ്പാട് വന്നാലും മറ്റൊരാളുടെ അവകാശം നിന്റേതാണെന്ന് കരുതരുത്. നമ്മുടെ അധ്വാനത്തിൽ ലഭിക്കുന്നതിൽ മാത്രമേ ഐശ്വര്യമുണ്ടാകൂ. സത്യസന്ധതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത്. ആ വാക്കുകൾ അവന്റെ കാതുകളിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെ മുഴങ്ങി. പട്ടിണി കിടന്ന് മരിച്ചാലും മറ്റൊരാളുടെ പണം തനിക്ക് വേണ്ടെന്ന്
ആ 14-കാരൻ ഉറപ്പിച്ചു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന നാരങ്ങാ വെള്ളത്തിന്റെ ഗ്ലാസുകൾ സാവധാനം താഴെ വെച്ചു. ആ കറുത്ത പേഴ്സ് നെഞ്ചോട് ചേർത്ത് മുറുക്കെ പിടിച്ച് ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി കോടതിയുടെ ഉള്ളിലേക്ക് അവൻ ഓടി. പ്രധാന കവാടത്തിൽ നിന്ന് സെക്യൂരിറ്റി ജീവനക്കാർ അവനെ തടയാൻ ശ്രമിച്ചു. എടാ, എങ്ങോട്ടാ നീ ഓടി കയറുന്നത്? ഇത് നിനക്കുള്ള സ്ഥലമല്ല, ഇറങ്ങിപ്പോടാ. അവർ അവനെ ബലമായി പിടിച്ചു മാറ്റാൻ നോക്കി. എന്നാൽ കണ്ണൻ തളർന്നില്ല. തന്റെ സർവശക്തിയും എടുത്ത് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാർ, ആ വലിയ ജഡ്ജി സാറിന്റെ പേഴ്സ് പടവുകളിൽ വീണുപോയി. അദ്ദേഹത്തിന് അത് കൊടുക്കാനാണ് ഞാൻ വന്നത്. അവന്റെ ആ വലിയ ശബ്ദം കേട്ട് കുറച്ചകലെയായി നടന്നു പോകുകയായിരുന്ന ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. തന്റെ മുന്നിൽ കിതച്ചു നിൽക്കുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആ ബാലനെ അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി നിന്നു. കണ്ണൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പേഴ്സ് അദ്ദേഹത്തിന് നേരെ നീട്ടി. സാർ പടവുകൾ കയറുമ്പോൾ ഇത് താഴെ വീണുപോയിരുന്നു. ജഡ്ജി പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ തൊട്ടുനോക്കി. പേഴ്സ് അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അത്ഭുതത്തോടെ അത് കണ്ണനിൽ നിന്നും വാങ്ങി തുറന്നു പരിശോധിച്ചു. 1 രൂപ പോലും അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ഇത്രയധികം പണം കണ്ടിട്ടും ഒരു നിമിഷം പോലും പതറാതെ അത് തിരികെ എത്തിച്ച ആ കൊച്ചുകുട്ടിയുടെ സത്യസന്ധത അദ്ദേഹത്തെ ശരിക്കും വിസ്മയിപ്പിച്ചു. ചുറ്റും കൂടി നിന്ന വക്കീലന്മാരും പോലീസുകാരും ഇതൊക്കെ വിശ്വസിക്കാനാവാതെ ആ പാവപ്പെട്ട കുട്ടിയെ തന്നെ നോക്കി നിന്നു. ജഡ്ജി നിറഞ്ഞ പുഞ്ചിരിയോടെ തന്റെ പേഴ്സിൽ നിന്നും ഒരു 500 രൂപ നോട്ടെടുത്ത് കണ്ണന് നേരെ നീട്ടി. ഇത് നിന്റെ സത്യസന്ധതയ്ക്കുള്ള ചെറിയൊരു പ്രതിഫലമാണ്, ധൈര്യമായി എടുത്തോളൂ, അദ്ദേഹം പറഞ്ഞു. എന്നാൽ കണ്ണൻ ആ പണം വാങ്ങിയില്ല. അവൻ വിനയത്തോടെ കൈകൾ കൂപ്പി പറഞ്ഞു, വേണ്ട സാർ, ഇതെന്റെ കടമയാണ്. മറ്റൊരാളുടെ സാധനം അതിന്റെ ഉടമസ്ഥന് തിരികെ നൽകുന്നതിന് എനിക്ക് യാതൊരു പ്രതിഫലവും വേണ്ട. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് അതാണ്. ആ മറുപടി കേട്ട് ജസ്റ്റിസ് വിശ്വനാഥ മേനൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. സത്യത്തിനും നീതിക്കും വേണ്ടി വാദിക്കുന്ന ഈ വലിയ കോടതികളിൽ പോലും പലപ്പോഴും സത്യത്തിന് വിലപേശലുകൾ നടക്കാറുണ്ട്. എന്നാൽ ഇല്ലായ്മയുടെ നടുവിൽ നിൽക്കുന്ന ഈ ചെറിയ കുട്ടി നൽകിയ ആ വലിയ പാഠം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. കണ്ണൻ പതുക്കെ തിരിഞ്ഞു നടന്ന് തന്റെ നാരങ്ങാവെള്ള വണ്ടിയിലേക്ക് പോയി. അവന്റെ പോക്കറ്റിൽ അപ്പോഴും പണമൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം. പക്ഷേ അവന്റെ മനസ്സ് നിറയെ ആരെയും തോൽപ്പിക്കുന്ന ഒരു വലിയ സംതൃപ്തിയും അഭിമാനവും ഉണ്ടായിരുന്നു. എന്നാൽ വിധിയുടെ വിളയാട്ടം അവിടെ അവസാനിക്കുന്നില്ലായിരുന്നു. സത്യസന്ധതയുടെ ആ പാഠം അവനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ ആ പാവം കുട്ടി അറിഞ്ഞിരുന്നില്ല. അവനെ കാത്ത് വലിയൊരു അഗ്നിപരീക്ഷ ഒരുങ്ങുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ സാവധാനം കടന്നുപോയി. കോടതിയുടെ പടവുകളിൽ വെച്ച് തനിക്ക് നഷ്ടപ്പെട്ട പേഴ്സ് തിരികെ നൽകിയ ആ നാരങ്ങാ വെള്ളക്കാരൻ പയ്യന്റെ നിഷ്കളങ്കമായ മുഖവും അവൻ നൽകിയ വലിയ പാഠവും ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ മനസ്സിൽ നിന്നും മായാതെ നിന്നിരുന്നു. ആയിരക്കണക്കിന് കേസുകൾക്കിടയിലും കള്ളസാക്ഷ്യങ്ങൾക്കും സത്യം മറച്ചു വെക്കുന്ന വാഗ്വാദങ്ങൾക്കും ഇടയിലും ആ കൊച്ചുകുട്ടിയുടെ പ്രവൃത്തി ഒരു കുളിർത്തന്നൽ പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കുമ്പോഴും ഒരു തരി പോലും സത്യസന്ധത കൈവിടാത്ത ആ മനസ്സോർത്ത് അദ്ദേഹം പലപ്പോഴും അത്ഭുതപ്പെട്ടു. എന്നാൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ കണ്ണനെ കാത്തുവെച്ചിരുന്നത് ജീവിതത്തിലെ മറ്റൊരു വലിയ അഗ്നിപരീക്ഷയായിരുന്നുവെന്ന് ആ ന്യായാധിപൻ അറിഞ്ഞിരുന്നില്ല. ഒരു സാധാരണ പ്രഭാതം. കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഫയലുകളിലൂടെ കണ്ണോടിച്ച് തന്റെ പതിവ് ഗൗരവത്തിൽ ഇരിക്കുകയായിരുന്നു ജസ്റ്റിസ് മേനോൻ. അപ്പോഴാണ് കോടതി മുറിയുടെ പുറത്തു നിന്ന് ഒരു ബഹളം കേട്ടത്. അപ്രതീക്ഷിതമായ ആ സംഭവം അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു. 2 പോലീസുകാർ ഒരു ചെറിയ ആൺകുട്ടിയെ ബലമായി കോടതിക്കുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു. പൊടിയും അഴുക്കും പുരണ്ട ആ മുഖത്ത് ഭയവും കണ്ണീരും വറ്റിയിരുന്നില്ല. കുതറിയോടാൻ ശ്രമിക്കുന്ന അവനെ പോലീസുകാർ ക്രൂരമായി പിടിച്ച് പ്രതിക്കൂട്ടിലേക്ക് തള്ളി. ജഡ്ജി തന്റെ ഇരിപ്പിടത്തിൽ നിന്നൊന്ന് നിവർന്നിരുന്നു. ആ കുട്ടിയുടെ മുഖം വ്യക്തമായി കണ്ടതും അദ്ദേഹത്തിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെയായി. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് അവൻ തന്നെയല്ലേ? അതെ, ഒരു സംശയവുമില്ല. ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ പോക്കറ്റിൽ നിന്നും നഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള രേഖകളും പണവും അടങ്ങിയ പേഴ്സ് യാതൊരു മടിയും കൂടാതെ തിരികെ ഏൽപ്പിച്ച അതേ സത്യസന്ധനായ കണ്ണൻ. പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ. സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കള്ളനല്ല. അവന്റെ ദീനരോധനം ആ കോടതി മുറിയിലാകെ ഒരു വലിയ നൊമ്പരമായി പ്രതിധ്വനിച്ചു. ആ ശബ്ദം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ചിലർ അവനെ പുച്ഛത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഈ പാവപ്പെട്ടവരൊക്കെ ഇങ്ങനെയാണ്, അവസരം കിട്ടുമ്പോൾ അവരുടെ തനി നിറം കാണിക്കും എന്നാരോ അടക്കം പറയുന്നത് ജഡ്ജിയുടെ കാതുകളിലും പതിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ കേസിന്റെ വിവരങ്ങൾ വായിക്കാൻ തുടങ്ങി. നഗരത്തിലെ പ്രമുഖനും അതിസമ്പന്നനുമായ വ്യവസായി മനോജ് വർമ്മയുടെ വീട്ടിൽ നടന്ന വലിയൊരു മോഷണമാണ് കേസ്. സ്വന്തം കച്ചവടം കഴിഞ്ഞുള്ള സമയത്ത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കണ്ണൻ ആ വലിയ ബംഗ്ലാവിൽ പാത്രം കഴുകാനും വീട് വൃത്തിയാക്കാനും പോയിരുന്നു. വീട്ടിലെ എല്ലാ മുക്കുമൂലകളും അവൻ അറിയാമായിരുന്നു. വീട്ടുകാർ പുറത്തുപോയ തക്കത്തിന് അലമാരയുടെ പൂട്ടുപൊളിച്ച് അവൻ കൃത്യം 1 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. കേസ് കേട്ടപ്പോൾ ജഡ്ജി നെറ്റിച്ചുളിച്ചു. ഇൻസ്പെക്ടർ വളരെ അഭിമാനത്തോടെ തെളിവുകൾ വിശദീകരിച്ചു തുടങ്ങി. ഏറ്റവും വലിയ തെളിവ് ഇവന്റെ കുടിലിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് സാർ.
ഞങ്ങൾ നടത്തിയ വിശദമായ തിരച്ചിൽ ഇവന്റെ കീറിപ്പറഞ്ഞ മെത്തക്കിടയിൽ നിന്ന് ഒരു കറുത്ത ബാഗ് ലഭിച്ചു. അതിനുള്ളിൽ കെട്ടഴിക്കാത്ത നിലയിൽ 1,00,000 രൂപ ഉണ്ടായിരുന്നു. അന്നത്തെ അന്നത്തിന് വകയില്ലാത്ത ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ഇത്രയും വലിയ തുക എങ്ങനെ വരും? ഇൻസ്പെക്ടർ പരിഹാസത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും കോടതിയിൽ ഹാജരായിരുന്ന മനോജ് വർമ്മ അഹങ്കാരത്തോടെ മുന്നോട്ട് വന്നു. വില കൂടിയ സ്യൂട്ടും കഴുത്തിൽ തടിച്ച മാലയും ധരിച്ച അയാൾ വലിയ പുച്ഛത്തോടെയാണ് സംസാരിച്ചത്. ജഡ്ജി സാർ, ഞാൻ ഇവനെ ഒരു സ്വന്തം മകനെ പോലെയാണ് എന്റെ വീട്ടിൽ കണ്ടത്. എന്റെ വീട്ടിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന ഇവന് ഞാൻ കൃത്യമായി മാസം തോറും ശമ്പളം കൊടുക്കാറുണ്ട്. എന്നിട്ടും ഈ ചെറുക്കൻ എന്റെ വിശ്വാസത്തെ വഞ്ചിച്ചു. എന്നെ ചതിച്ച ഇവനെ കഠിനമായി തന്നെ ശിക്ഷിക്കണം. അയാളുടെ വാക്കുകളിൽ സമ്പത്തിന്റെ തിളപ്പും ഒരു പാവപ്പെട്ടവനോടുള്ള വല്ലാത്തൊരു പുച്ഛവും നിറഞ്ഞു നിന്നിരുന്നു. ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ കണ്ണന്റെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണാ, നിനക്കെന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ആ ചോദ്യം കേട്ടതും കണ്ണൻ ശബ്ദമുയർത്തി കരഞ്ഞുപോയി. സാർ, ആ പണം എങ്ങനെ എന്റെ കുടിലിൽ വന്നു എനിക്കറിയില്ല. ഞാൻ ആ ബാഗ് ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ല സാർ. ഞാൻ മോഷണം നടത്തിയിട്ടില്ല സാർ. അങ്ങയ്ക്ക് എന്നെ അറിയില്ലേ? കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ പേഴ്സ് ഞാൻ തിരികെ തന്നതല്ലേ? കണ്ണന്റെ ആ വിതുമ്പലോടെയുള്ള ചോദ്യം കോടതി മുറിയിൽ വലിയൊരു നിശബ്ദത സൃഷ്ടിച്ചു. അവിടെയുള്ള മറ്റാർക്കും ആ പഴയ സംഭവത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ജഡ്ജി തന്റെ വിരലുകൾ കൊണ്ട് മേശപ്പുറത്ത് താളം പിടിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിലെ നീതിബോധവും യുക്തിയും ഒരുപോലെ ഉണർന്നു. അദ്ദേഹം ചിന്തിച്ചു. കയ്യിൽ കിട്ടിയ 20,000-ഓളം രൂപയും വിലപിടിപ്പുള്ള കാർഡുകളും യാതൊരു മടിയുമില്ലാതെ തിരികെ തന്ന കുട്ടി വെറും 1,00,000 രൂപയ്ക്ക് വേണ്ടി മോഷ്ടിക്കുമോ? അതും സ്വന്തം വീട്ടിൽ തന്നെ. പോലീസിന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന രീതിയിൽ മെത്തക്കടിയിൽ ഒളിപ്പിക്കാൻ മാത്രം വിഡ്ഢിയാകുമോ അവൻ? മാത്രമല്ല, അവന്റെ കുടുംബ പശ്ചാത്തലം ജഡ്ജിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അവന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ അവൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അവൻ ശരിക്കും മോഷ്ടിച്ച പണമായിരുന്നെങ്കിൽ അവൻ അത് അമ്മയുടെ ചികിത്സക്കായി ഉടനടി ഉപയോഗിക്കുമായിരുന്നല്ലോ. 1 രൂപ പോലും ചിലവാക്കാതെ എന്തിനാണ് അവൻ അത് മെത്തക്കടയിൽ വെറുതെ ഒളിപ്പിച്ചു വെക്കുന്നത്? ഇതിൽ വലിയൊരു ചതിയുണ്ടെന്ന് ആ മനുഷ്യസ്നേഹിയായ ന്യായാധിപന് ഉറപ്പായി. ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ തന്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ പറഞ്ഞു. കോടതിക്ക് ഈ അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കോടതി മുറിയിൽ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. മനോജ് വർമ്മയും ഇൻസ്പെക്ടറും പ്രതീക്ഷിക്കാത്ത ആ വിധി കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. 1,00,000 രൂപ മോഷ്ടിച്ച ഒരാൾ അത് ഒരിടത്തും ചെലവാക്കാതെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്നു എന്നത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. അതിനാൽ ഈ കേസ് പുനരന്വേഷിക്കാൻ ഞാൻ ഉത്തരവിടുന്നു. വെറും 2 ദിവസത്തിനുള്ളിൽ ഈ പണം എങ്ങനെ കണ്ണന്റെ വീട്ടിലെത്തി എന്നതിനെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് ഹാജരാക്കണം. അതുവരെ കണ്ണനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, അവനെ മർദ്ദിക്കാനോ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കാനോ പാടില്ല. മനോജ് വർമ്മ അനിഷ്ടത്തോടെ എന്തോ പറയാൻ ഒരുങ്ങിയെങ്കിലും ജഡ്ജിയുടെ ഗൗരവമേറിയ ഒറ്റ നോട്ടത്തിൽ അയാൾ നിശബ്ദനായി. പോലീസുകാർ കണ്ണനെ കോടതി മുറിയിലേക്ക് പുറത്തു കൊണ്ടുപോകുമ്പോൾ അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ ജഡ്ജിയോടുള്ള അളവറ്റ നന്ദി പ്രകടമായിരുന്നു. എന്നാൽ അവന്റെ കുരുന്നു മനസ്സിൽ ഒരു വലിയ ചോദ്യം അപ്പോഴും ബാക്കിയായിരുന്നു. തന്റെ വീട്ടിൽ താൻ അറിയാതെ ആ പണം എങ്ങനെ വന്നു? പാവപ്പെട്ടവനായ തന്നെ കുടുക്കിയ ആ അദൃശ്യകരങ്ങൾ ആരുടേതാണ്? നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു. സത്യം കണ്ടെത്തേണ്ടത് ഇപ്പോൾ ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുന്നു. ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ കർശനമായ ഉത്തരവ് പോലീസ് ഇൻസ്പെക്ടർക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഒരു പാവപ്പെട്ട ചേരി നിവാസിക്കെതിരെ കൃത്യമായ തെളിവ് ലഭിച്ചാൽ പിന്നെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് മെനക്കെടുക എന്നത് പോലീസിന്റെ പതിവ് രീതിയല്ല. പണമില്ലാത്തവന് വേണ്ടി സംസാരിക്കാൻ ആരുമുണ്ടാകില്ല എന്ന ചിന്തയാണ് അതിന് കാരണം. എന്നാൽ ജഡ്ജിയുടെ ഉറച്ച നിലപാടും ആ കൊച്ചുകുട്ടിയുടെ വാക്കുകളിലെ സത്യസന്ധതയും ഇൻസ്പെക്ടറെ ഇരുത്തി ചിന്തിപ്പിച്ചു. എവിടെയോ വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കുറ്റാന്വേഷണ ബുദ്ധി മന്ത്രിച്ചു. മോഷണം സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന മനോജ് വർമ്മയുടെ ബംഗ്ലാവിലേക്ക് ഇൻസ്പെക്ടറും സംഘവും ഉടൻ തന്നെ യാത്ര തിരിച്ചു. നഗരത്തിലെ തിരക്കേറിയതും ഇടുങ്ങിയതുമായ ചേരികൾക്കപ്പുറം പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ആ വലിയ ആഡംബര സൗധത്തിന് മുന്നിൽ പോലീസ് ജീപ്പ് വന്നു നിന്നു. അവിടെയാണ് കണ്ണൻ തന്റെ വിശപ്പകറ്റാൻ വേണ്ടി എച്ചിൽ പാത്രങ്ങൾ കഴുകാനും വീട് വൃത്തിയാക്കാനും പോയിരുന്നത്. മനോജ് വർമ്മയുടെ വീട്ടിലെത്തിയ ഇൻസ്പെക്ടർ ആദ്യം ശ്രദ്ധിച്ചത് അവിടുത്തെ വിസ്താരമേറിയ മുറികളും അവിടെ അലങ്കരിച്ചു വെച്ചിട്ടുള്ള വില കൂടിയ ഫർണിച്ചറുകളുമാണ്. 1,00,000 രൂപ എന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം തീരെ ചെറിയൊരു തുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകും. തന്റെ അന്വേഷണം പൂർണ്ണമായും തെറ്റായ ദിശയിലായിരുന്നോ എന്ന സംശയം അദ്ദേഹത്തിൽ ബലപ്പെട്ടു. ഇൻസ്പെക്ടർ ആദ്യം മനോജ് വർമ്മയുടെ ഭാര്യയെയും അവിടെയുള്ള മറ്റു ജോലിക്കാരെയും വിശദമായി ചോദ്യം ചെയ്തു. അവിടുത്തെ പ്രായമായ പാചകക്കാരൻ കണ്ണീരോടെയാണ് ഇൻസ്പെക്ടറോട് സംസാരിച്ചത്. കണ്ണൻ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു സാർ. അവനൊരു കള്ളനാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊടും വിശപ്പുണ്ടെങ്കിൽ പോലും ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഞങ്ങളുടെ അനുവാദമില്ലാതെ അവൻ എടുക്കാറില്ല. പാചകക്കാരന്റെ ആ വാക്കുകൾ ജോലിക്കാർക്കിടയിൽ കണ്ണനെ കുറിച്ച് ആർക്കും മോശം അഭിപ്രായമില്ലെന്ന് തെളിയിച്ചു. ഇത് ഇൻസ്പെക്ടറുടെ സംശയം വർദ്ധിപ്പിച്ചു. ചോദ്യം ചെയ്യലിനിടയിലാണ് ഇൻസ്പെക്ടറുടെ കണ്ണുകൾ മനോജ് വർമ്മയുടെ 15 വയസ്സുകാരനായ മകൻ രോഹിത്തിലേക്ക് നീണ്ടത്. തന്റെ മുറിയിൽ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ.
പോലീസിനെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് അകാരണമായ ഒരു ഭയവും അസ്വസ്ഥതയും പ്രകടമായി. ഇത് കണ്ട ഇൻസ്പെക്ടർ അവനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ആധുനിക സജ്ജീകരണങ്ങളുള്ള ആ മുറിയിൽ ഒരു സാധാരണ കൗമാരക്കാരന് വേണ്ടതിലധികം ആഡംബരങ്ങൾ ഉണ്ടായിരുന്നു. രോഹിത്, മോഷണം നടന്ന ദിവസം നീ എവിടെയായിരുന്നു? ഇൻസ്പെക്ടർ ശാന്തനായി ചോദിച്ചു. ഞാൻ സ്കൂളിലായിരുന്നു. അല്ല സർ, ഞാൻ വീട്ടിലായിരുന്നു. എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. രോഹിത്തിന്റെ വാക്കുകൾ പരസ്പര വിരുദ്ധമായിരുന്നു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അവന്റെ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിയുന്നത് ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചു. അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ വീടിന് പുറകുവശത്തെ ഗ്യാരേജിൽ പുതിയൊരു കറുത്ത പുതപ്പിട്ട മൂടിയ നിലയിൽ ഒരു വസ്തു ഇൻസ്പെക്ടറുടെ കണ്ണിൽപ്പെട്ടു. സംശയം തോന്നിയ ആ പുതപ്പ് നീക്കി നോക്കിയ പോലീസുകാർ ശരിക്കും ഞെട്ടിപ്പോയി. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു പുത്തൻ സ്പോർട്സ് ബൈക്ക്. ഏകദേശം ലക്ഷത്തോളം രൂപ വില വരുന്ന ആ ബൈക്കിനെ കുറിച്ച് മനോജ് വർമ്മയോട് ചോദിച്ചപ്പോൾ അയാൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. രോഹിത് ഒരു ബൈക്ക് വേണമെന്ന് കുറെ നാളായി വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 18 വയസ്സ് തികയാതെ അത് വാങ്ങിത്തരില്ലെന്ന് ഞാൻ കർശനമായി അവനോട് പറഞ്ഞിരുന്നു, മനോജ് വർമ്മ പറഞ്ഞു. ഇവിടെയാണ് ഇൻസ്പെക്ടർക്ക് കേസിലെ നിർണായകമായ ആ നൂലാമാലകൾ പിടികിട്ടിയത്. അദ്ദേഹം രോഹിത്തിനെ പ്രത്യേകമായി ഒന്നുകൂടി ചോദ്യം ചെയ്തു. രോഹിത്, നിന്റെ വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ട അതേ ദിവസം തന്നെ ഈ പുതിയ ബൈക്ക് എങ്ങനെ ഇവിടെ വന്നു? നിനക്ക് ഇത് വാങ്ങാനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൈവിലങ്ങ് വെച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇൻസ്പെക്ടറുടെ ഗാംഭീര്യമുള്ള ആ ശബ്ദം കേട്ടതും രോഹിത് ആകെ തകർന്നു പോയി. പണവും അധികാരവും അവന് നൽകിയ ആത്മവിശ്വാസം ആ ഒറ്റ നിമിഷം കൊണ്ട് ചോർന്നു പോയി. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ക്രൂരമായ സത്യം വിളിച്ചു പറഞ്ഞു. സാർ, എന്നെ ഒന്നും ചെയ്യരുത്. ആ പണം ഞാനാണ് എടുത്തത്. ഇത് കേട്ട് മനോജ് വർമ്മയും ഭാര്യയും സ്തംഭിച്ചു പോയി. സ്വന്തം മകൻ ഒരു കള്ളനാണെന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാനായില്ല. രോഹിത് വിതുമ്പലോടെ തുടർന്നു. എനിക്ക് ആ ബൈക്ക് വളരെ നിർബന്ധമായിരുന്നു. കൂട്ടുകാരുടെ ഇടയിൽ വില കൂടിയ ബൈക്കില്ലാത്തതിന്റെ പേരിൽ എനിക്ക് അന്തസ്സ് കുറയുമെന്ന് ഞാൻ ഭയന്നു. അച്ഛൻ പണം നൽകില്ലെന്ന് ഉറപ്പായപ്പോൾ അലമാരയുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് ഞാൻ 1 ലക്ഷം രൂപ മോഷ്ടിച്ചു. ആ പണം നൽകി ബൈക്ക് വാങ്ങി ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ സൂക്ഷിച്ചു. പക്ഷേ പണം നഷ്ടപ്പെട്ട വിവരം അച്ഛൻ പോലീസിൽ അറിയിച്ചപ്പോൾ ഞാൻ ഭയന്നുപോയി. അന്വേഷണം എന്നിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. തുടർന്നാണ് രോഹിത് ആ പൈശാചികമായ ബുദ്ധി പ്രയോഗിച്ചത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ താൻ ചെയ്ത തെറ്റ് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ അവൻ തീരുമാനിച്ചു. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം നോക്കി ബാക്കി വന്ന കുറച്ച് പണവും ബൈക്കിന്റെ രേഖകളും ഒരു കറുത്ത ബാഗിലാക്കി അവൻ കണ്ണന്റെ ചേരിയിലെത്തി. കണ്ണനും അവന്റെ രോഗിയായ അമ്മയും ആശുപത്രിയിൽ പോയ സമയം നോക്കി ആ ബാഗ് അവരുടെ മെത്തക്കടിയിൽ അവൻ തിരികെ വെച്ചു. താനുണ്ടാക്കിയ ഒരു കള്ളക്കഥ വിശ്വസിപ്പിക്കാൻ, ഒരു പാവപ്പെട്ടന്റെ ജീവിതം ബലി കൊടുക്കാൻ ആ സമ്പന്നനായ കുട്ടിക്ക് യാതൊരു മടിയും തോന്നിയില്ല. മനോജ് വർമ്മയുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറി. സ്വന്തം മകൻ ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നീ എന്തിനാണ് ആ പാവം കണ്ണനെ ഇതിലേക്ക് വലിച്ചിഴച്ചത്? അവൻ നമുക്ക് എത്രമാത്രം വിശ്വസ്തനായിരുന്നു, അയാൾ മകനോട് ആക്രോശിച്ചു. എന്നാൽ ആ ചോദ്യത്തിന് രോഹിത്തിന്റെ പക്കൽ മറുപടി ഇല്ലായിരുന്നു. താൻ പിടിക്കപ്പെടാതിരിക്കാൻ അവൻ കണ്ട ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ണനെ ബലിയാടാക്കുക എന്നതായിരുന്നു. കാരണം ഒരു പാവപ്പെട്ടവൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ സമൂഹം അത് എളുപ്പത്തിൽ വിശ്വസിക്കും എന്നവൻ അറിയാമായിരുന്നു. ഇൻസ്പെക്ടർ രോഹിത്തിന്റെ കുറ്റസമ്മതം റെക്കോർഡ് ചെയ്തു. അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും പേരിൽ ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ച ആ ആഡംബര ജീവിതത്തിന്റെ പൊള്ളത്തരം അവിടെ വെളിവാക്കപ്പെട്ടു. മിസ്റ്റർ മനോജ് വർമ്മ, നിങ്ങളുടെ മകൻ ചെയ്തത് വെറുമൊരു മോഷണമല്ല, ഒരു നിരപരാധിയെ കൊടും കുറ്റവാളിയാക്കാൻ ശ്രമിച്ച വലിയൊരു ക്രൂരതയാണ്, ഇൻസ്പെക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. ഈ വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പടർന്നു. കണ്ണനെതിരെ പരിഹസിച്ചവരും അവനെ കള്ളൻ എന്ന് വിളിച്ചവരും ലജ്ജിച്ചു തല താഴ്ത്തി. ഒരു കുട്ടി തന്റെ കുടുംബത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ കഷ്ടപ്പെടുമ്പോൾ മറ്റൊരു കുട്ടി തന്റെ ആഡംബരത്തിന് വേണ്ടി ഒരു കുടുംബത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു. സത്യം എപ്പോഴും വിജയിക്കുമെന്ന പാഠം ആ ചെറിയ കുട്ടിയിലൂടെ ലോകം അറിയാൻ പോകുകയായിരുന്നു. കണ്ണന്റെ ജീവിതത്തിലെ കറുത്ത മേഘങ്ങൾ നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വലിയൊരു തിരിച്ചുവരവിനായി കോടതിയുടെ 5-ാം നമ്പർ മുറി അവനെ കാത്തിരിക്കുകയായിരുന്നു. 2 ദിവസത്തെ ഉദ്വേഗജനകമായ കാത്തിരിപ്പിനൊടുവിൽ എറണാകുളം സെഷൻസ് കോടതിയിലെ 5-ാം നമ്പർ മുറി വീണ്ടും സജീവമായി. കഴിഞ്ഞ തവണ കണ്ണനെ കള്ളനെന്ന് മുദ്രകുത്തി പരിഹസിച്ചവരുടെയെല്ലാം കണ്ണുകളിൽ ഇന്ന് വല്ലാത്തൊരു ആകാംക്ഷയും പരിഭ്രമവും നിഴലിച്ചിരുന്നു. കറുത്ത ഗൗണണിഞ്ഞ അഭിഭാഷകരും മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും തിങ്ങി നിറഞ്ഞ ആ കോടതി മുറിയിൽ വലിയൊരു നിശബ്ദത തളം കെട്ടി നിന്നു. ഒരു സൂചി താഴെ വീണാൽ പോലും കേൾക്കാവുന്നത്ര ശാന്തത. കൃത്യം 10 മണിക്ക് ഗുമസ്തന്റെ ശബ്ദം മുഴങ്ങി. തന്റെ ഇരിപ്പിടത്തിലേക്ക് ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ കടന്നു വന്നപ്പോൾ സദസ്സുന്നടങ്കം ബഹുമാന പുരസ്കാരം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് പതിവിലും കവിഞ്ഞ ഒരു ഗൗരവം പ്രകടമായിരുന്നു. അധികം വൈകാതെ പോലീസ് കാവലിൽ കണ്ണനെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഉറക്കമില്ലായ്മയും മാനസിക വിഷമവും ആ കൊച്ചുകുട്ടിയുടെ വിളറിയ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. പ്രതിക്കൂട്ടിൽ തല താഴ്ത്തി നിൽക്കുമ്പോഴും അവന്റെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ജഡ്ജിയുടെ അനുവാദത്തോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ തന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. കോടതിയിലുണ്ടായിരുന്ന ഓരോ അംഗവും ശ്വാസമടക്കി പിടിച്ചാണ് ആ വാക്കുകൾ കേൾക്കാൻ കാതോർത്തത്. സാർ, കണ്ണൻ പൂർണ്ണമായും നിരപരാധിയാണ്.
ഇൻസ്പെക്ടറുടെ ആ ഒറ്റ വാചകം കോടതി മുറിയിൽ വലിയൊരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. തുടർന്ന് മനോജ് വർമ്മയുടെ മകൻ രോഹിത് എങ്ങനെയാണ് ആസൂത്രിതമായി മോഷണം നടത്തിയതെന്നും സ്വന്തം തെറ്റുമറയ്ക്കാൻ പാവപ്പെട്ടവനായ കണ്ണനെ എങ്ങനെയാണ് ഹീനമായി ചതിച്ചതെന്നും ഇൻസ്പെക്ടർ കോടതിക്ക് മുൻപാകെ അക്കമിട്ട് വിവരിച്ചു. രോഹിത്തിന്റെ കുറ്റസമ്മത മൊഴിയും മോഷ്ടിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ സ്പോർട്സ് ബൈക്കിന്റെ വിവരങ്ങളും തെളിവുകളായി അദ്ദേഹം ഹാജരാക്കി. റിപ്പോർട്ട് കേട്ടയുടനെ ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അദ്ദേഹം തന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന മനോജ് വർമ്മയെയും മകൻ രോഹിത്തിനെയും അങ്ങേയറ്റം രൂക്ഷമായി നോക്കി. പണത്തിന്റെ അഹങ്കാരത്താൽ താൻ കാട്ടിയ ക്രൂരത ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആ സമ്പന്നനായ കൗമാരക്കാരൻ അതുവരെ ചിന്തിച്ചിരുന്നില്ല. രോഹിത്, മുന്നോട്ട് വരൂ. ജഡ്ജിയുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ഭയം കൊണ്ട് വിറച്ചുകൊണ്ട് അവൻ പ്രതിക്കൂട്ടിലെ കണ്ണന് നേർവിപരീതമായി വന്നു നിന്നു. ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ അതികഠിനമായ ശാസനയോടെ പറഞ്ഞു, നിനക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടതെല്ലാം ചോദിക്കുന്നതിന് മുൻപേ നൽകുന്നുമുണ്ട്. എന്നിട്ടും നിന്റെ ദുരഭിമാനത്തിന് വേണ്ടി നീ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. അത് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ നിന്റെ ആഡംബര ഭ്രമം മറച്ചു വെക്കാൻ വേണ്ടി ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത രോഗിയായ അമ്മയെ നോക്കാൻ വേണ്ടി നിന്റെ വീട്ടിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന ഈ നിരപരാധിയായ കൊച്ചുകുട്ടിയെ കള്ളനാക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? അവന്റെ ഏക സമ്പാദ്യമായ സത്യസന്ധതയാണ് നീ കളങ്കപ്പെടുത്തിയത്. തുടർന്ന് ജഡ്ജി മനോജ് വർമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. മിസ്റ്റർ മനോജ് വർമ്മ, മക്കൾക്ക് പണം വാരിക്കോരി നൽകിയാൽ മാത്രം പോരാ, അവർക്ക് അത്യാവശ്യം വേണ്ട സംസ്കാരവും മനുഷ്യത്വവും കൂടി പറഞ്ഞു കൊടുക്കണം. ഒരു നിരപരാധിയെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച നിങ്ങളുടെ മകന്റെ പ്രവൃത്തി യാതൊരു വിധത്തിലും മാപ്പർഹിക്കാത്തതാണ്. കണ്ണനെതിരെ നിങ്ങൾ നൽകിയ വ്യാജ പരാതി ഈ കോടതി റദ്ദാക്കുന്നു. ഈ നിമിഷം മുതൽ കണ്ണനെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായി വിമുക്തനാക്കി വിട്ടയക്കാൻ ഞാൻ ഉത്തരവിടുന്നു. കോടതി മുറിയിലാകെ വലിയൊരു കരഘോഷം മുഴങ്ങി. അത് കേട്ടതും പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന കണ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി തുടങ്ങി. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ വേദനയുടെ കണ്ണീരായിരുന്നില്ല, മറിച്ച് ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദാശ്രുക്കളായിരുന്നു. ലോകം മുഴുവൻ തന്നെ കള്ളനെന്ന് വിളിച്ചപ്പോൾ തനിക്ക് നീതി വാങ്ങിത്തരാൻ ഒരു വലിയ മനുഷ്യൻ ഇവിടെ ഉണ്ടായല്ലോ എന്ന അളവറ്റ നന്ദി അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. ജസ്റ്റിസ് മേനോൻ തന്റെ പീഠത്തിൽ നിന്നും ഇറങ്ങി കണ്ണന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മെലിഞ്ഞ ചുമലിൽ വാത്സല്യത്തോടെ കൈവച്ച് അദ്ദേഹം പറഞ്ഞു, മോനെ, സത്യം ഒരിക്കലും നീതിപീഠത്തിന് മുൻപിൽ തോൽക്കില്ല. നിന്റെ അചഞ്ചലമായ സത്യസന്ധതയാണ് നിന്നെ ഇന്ന് രക്ഷിച്ചത്. അന്ന് നീ എനിക്ക് തിരികെ നൽകിയ ആ പണത്തെക്കാളും വിലപിടിപ്പുള്ളതാണ് ഇന്ന് നിന്റെ കണ്ണിൽ നിന്ന് വീണ ഈ ആനന്ദ കണ്ണീര്. ഈ സമയം മനോജ് വർമ്മ ആകെ തകർന്നു പോയിരുന്നു. മകൻ ചെയ്ത ക്രൂരത തന്റെയും കുടുംബത്തിന്റെയും സൽപ്പേര് സമൂഹത്തിന് മുൻപിൽ പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ പതുക്കെ കണ്ണന്റെ അടുത്ത് ചെന്ന് കൈകൾ കൂപ്പി, മോനെ, എന്നോട് നീ ക്ഷമിക്കണം. നിന്റെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും കാണാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ മകൻ ചെയ്ത ഈ വലിയ തെറ്റിന് പകരമായി എന്തു നൽകിയാലും മതിയാകില്ല. എങ്കിലും ഇതൊരു ചെറിയ സഹായമായി നീ കരുതണം. മനോജ് വർമ്മ കണ്ണന് നേരെ 50,000 രൂപയുടെ ഒരു ചെക്ക് നീട്ടി. ജഡ്ജിയുടെ ഉത്തരവ് പ്രകാരം കണ്ണനുണ്ടായ മാനഹാനിക്കും മാനസിക വിഷമത്തിനുമുള്ള നഷ്ടപരിഹാരമായിരുന്നു അത്. എന്നാൽ കണ്ണൻ ആ ചെക്ക് വാങ്ങാൻ മടിച്ചു നിന്നു. അവൻ വിനയത്തോടെ ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കി. ജഡ്ജി പുഞ്ചിരിയോടെ തലയാട്ടി സമ്മതം നൽകിയപ്പോൾ മാത്രം കണ്ണൻ അത് വാങ്ങി. എന്നിട്ട് മനോജ് വർമ്മയെ നോക്കി വളരെ ശാന്തമായി അവൻ പറഞ്ഞു, അങ്കിൾ, എനിക്ക് നിങ്ങളോടോ രോഹിത് ചേട്ടനോടോ യാതൊരു പകയുമില്ല. എന്റെ സത്യം തെളിഞ്ഞല്ലോ, എനിക്കതു മതി. പണമല്ല എനിക്ക് ജീവിതത്തിൽ പ്രധാനം. എന്റെ അമ്മയുടെ മുന്നിൽ ഞാനൊരു കള്ളനല്ലെന്ന് തെളിഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ ഒന്നു മാത്രം ഞാൻ ചോദിക്കുന്നു, രോഹിത് ചേട്ടനെ ഇനി മുതൽ ശരിയായ വഴിയിലൂടെ നടത്തണം. ചതിയിലൂടെ നേടുന്നതൊന്നും ഒരിക്കലും നിലനിൽക്കില്ലെന്ന് ചേട്ടനെ പഠിപ്പിക്കണം. കണ്ണന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മനോജ് വർമ്മയുടെ മാത്രമല്ല, ആ കോടതി മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. തന്നെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചവരോട് പോലും യാതൊരു വിദ്വേഷവുമില്ലാതെ ക്ഷമിക്കാനുള്ള ആ കൊച്ചുകുട്ടിയുടെ വലിയ മനസ്സ് എല്ലാവരെയും അമ്പരപ്പിച്ചു. കയ്യിലിരിക്കുന്ന 50,000 രൂപ തന്റെ അമ്മയുടെ ചികിത്സക്കായി ദൈവം നേരിട്ട് തന്ന സമ്മാനമായി അവന് തോന്നി. കോടതിക്ക് പുറത്തിറങ്ങിയ കണ്ണനെ മാധ്യമപ്രവർത്തകർ വളഞ്ഞു. നിമിഷനേരം കൊണ്ട് അവനൊരു വലിയ ഹീറോ ആയി മാറിയിരുന്നു. പക്ഷെ അവന് മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞ സന്തോഷം ഏറ്റവും വേഗം അമ്മയെ അറിയിക്കാൻ അവൻ ഓടുകയായിരുന്നു. പാവപ്പെട്ടവന്റെ സത്യസന്ധതയ്ക്ക് മുൻപിൽ അധികാരവും പണവും പൂർണ്ണമായും തലകുനിച്ച ഒരു അപൂർവ ദിവസമായിരുന്നു അത്. കണ്ണന്റെ ജീവിതം അവിടെ വലിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയായിരുന്നു. സത്യം എന്ന പ്രകാശം അവനെ പുതിയൊരു പാതയിലേക്ക് നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ആ സമയം ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ മനസ്സിൽ ആർക്കും പിടികൊടുക്കാത്ത മറ്റൊരു മഹത്തായ ചിന്ത രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം കൊച്ചി നഗരത്തിന് മുകളിൽ സൂര്യൻ ഒരു ചുവന്ന പന്ത് പോലെ അസ്തമിക്കാൻ തുടങ്ങുന്ന നേരം. സെഷൻസ് കോടതിയുടെ തിരക്കുകൾ ഏറെക്കുറെ കെട്ടടങ്ങിയിരുന്നു. ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ തന്റെ സ്വകാര്യ ചേംബറിലേക്ക് കണ്ണനെ വിളിപ്പിച്ചു. വലിയൊരു ഭയത്തോടും അതിലേറെ ബഹുമാനത്തോടും കൂടിയാണ് ആ കൊച്ചു ബാലൻ ആ വലിയ മുറിയിലേക്ക് കടന്നു വന്നത്. ചുവരുകൾ നിറയെ അടുക്കി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് നിയമപുസ്തകങ്ങളും ഫയലുകളും അവനെ അത്ഭുതപ്പെടുത്തി.
തന്റെ കസേരയിൽ ഇരിക്കുകയായിരുന്ന ജഡ്ജി സ്നേഹത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇരിക്കൂ കണ്ണ, അദ്ദേഹം പറഞ്ഞു. കണ്ണൻ വലിയൊരു സങ്കോചത്തോടെ കസേരയുടെ അറ്റത്തിരുന്നു. ജഡ്ജി വളരെ വാത്സല്യത്തോടെ അവനോട് അവന്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. കണ്ണൻ വിതുമ്പലോടെ തന്റെ ഭൂതകാലം വിവരിച്ചു. 5 വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിൽ അച്ഛൻ മരിച്ചതും പിന്നീട് രോഗിയായ അമ്മയും ചെറിയ അനിയത്തിയും അടങ്ങുന്ന കുടുംബത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കാൻ താൻ തെരുവിലേക്ക് ചായയും നാരങ്ങാ വെള്ളവും വിൽക്കാൻ ഇറങ്ങിയതും അവൻ കണ്ണീരോടെ പറഞ്ഞു. എനിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു സാർ. 8ാം ക്ലാസ് വരെ നല്ല മാർക്കോടെയാണ് ഞാൻ പാസ്സായത്. പക്ഷേ അച്ഛൻ മരിച്ചതോടെ അമ്മയ്ക്ക് തീരെ വയ്യാതെയായി. വാടക കൊടുക്കാനും മരുന്നിനും പണമില്ലാതെ വന്നപ്പോൾ എനിക്ക് പഠനം നിർത്തേണ്ടി വന്നു. കണ്ണന്റെ വാക്കുകളിൽ നഷ്ടപ്പെട്ട അക്ഷരങ്ങളോടുള്ള വല്ലാത്തൊരു കൊതിയുണ്ടായിരുന്നു. ആ കഥ കേട്ട് ജസ്റ്റിസ് മേനോന്റെ ഹൃദയം നൊന്തു. അപാരമായ ബുദ്ധിശക്തിയും അതിലേറെ സത്യസന്ധതയുമുള്ള ഈ കുട്ടി തെരുവിൽ പാഴായി പോകേണ്ടവനല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. കണ്ണ, നിനക്ക് വീണ്ടും പഠിക്കണമെന്നുണ്ടോ? ജഡ്ജിയുടെ ആ ചോദ്യം കേട്ട് കണ്ണന്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ തിളങ്ങി. ഉണ്ട് സാർ, പക്ഷേ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല, അവൻ നെടുവീർപ്പെട്ടു. ജഡ്ജി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇല്ല കണ്ണ, നിന്റെ പഠനം ഇനി ഒരിക്കലും മുടങ്ങില്ല. നിന്നെ വീണ്ടും നല്ലൊരു സ്കൂളിൽ ചേർക്കാൻ ഞാൻ തീരുമാനിച്ചു. നിന്റെ എല്ലാ ചിലവുകളും ഇനി മുതൽ ഞാൻ നോക്കിക്കൊള്ളാം. കണ്ണന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവം നേരിട്ട് അയച്ച ഒരു ദൂതനെ പോലെയാണ് ജഡ്ജി സാർ തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. ജസ്റ്റിസ് മേനോൻ വെറുതെ വാഗ്ദാനം നൽകുകയല്ല ചെയ്തത്. കണ്ണന്റെ അമ്മയുടെ ചികിത്സയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിഗണന. നഗരത്തിലെ ഏറ്റവും മികച്ച ഒരു ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിക്കുകയും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. അവരുടെ ചോർന്നൊലിക്കുന്ന കുടിൽ വിട്ട് കോടതിക്ക് സമീപമുള്ള സുരക്ഷിതമായ ഒരു ചെറിയ വാടക വീട്ടിലേക്ക് അദ്ദേഹം അവരെ മാറ്റി പാർപ്പിച്ചു. നഗരത്തിലെ മികച്ച ഒരു സ്കൂളിൽ 9ാം ക്ലാസ്സിൽ കണ്ണന് അദ്ദേഹം പ്രവേശനം വാങ്ങി നൽകി. പുതിയ യൂണിഫോമും തിളങ്ങുന്ന കറുത്ത ഷൂസുകളും പുസ്തകങ്ങൾ നിറഞ്ഞ ബാഗും കയ്യിൽ കിട്ടിയപ്പോൾ അവന്റെ മുഖത്തുണ്ടായ സന്തോഷത്തിന് അതിരുകളിലായിരുന്നു. സ്കൂളിലേക്കുള്ള ആദ്യ ദിവസം ജസ്റ്റിസ് മേനോൻ അവന്റെ ചുമലിൽ കൈവച്ച് പറഞ്ഞു. മോനെ, വിദ്യാഭ്യാസമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം. നീ നന്നായി പഠിക്കണം. നിന്നെപ്പോലെ സത്യസന്ധതയും നീതിബോധവുമുള്ള ഒരു തലമുറയാണ് ഈ നാടിന് ആവശ്യം. പിന്നീടുള്ള കണ്ണന്റെ ജീവിതം കഠിനാധ്വാനത്തിൻ്റെതായിരുന്നു. ദീർഘകാലത്തെ പഠനമിടവ് അവനെ ആദ്യം കുഴക്കിയെങ്കിലും രാത്രികളിൽ അവൻ ഉറക്കമൊഴിച്ചു പഠിച്ചു. വൈകുന്നേരങ്ങളിൽ അവൻ ജസ്റ്റിസ് മേനോന്റെ വീട്ടിലെ ലൈബ്രറിയിലാണ് ചിലവഴിച്ചത്. ഫയലുകൾ അടുക്കി വെക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതിനിടയിൽ അവൻ പോലും അറിയാതെ നിയമത്തിന്റെ ബാലപാഠങ്ങൾ അവൻ സ്വായത്തമാക്കുകയായിരുന്നു. ഓരോ കേസും ജഡ്ജി അവന് വളരെ ലളിതമായി വിവരിച്ചു കൊടുത്തു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും അവൻ മികച്ച മാർക്കോടെ വിജയിച്ചു. ബിരുദ പഠനത്തിന് സമയമായപ്പോൾ കണ്ണന്റെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് നീതി നേടുത്തുന്ന ആ കറുത്ത ഗൗൺ തനിക്കും അണിയണം. അവൻ LLB തിരഞ്ഞെടുത്തു. കഠിനമായ പോരാട്ടത്തിനൊടുവിൽ അവൻ ഉയർന്ന മാർക്കോടെ നിയമബിരുദം കരസ്ഥമാക്കി. ബിരുദദാന ചടങ്ങിൽ കറുത്ത ഗൗൺ അണിഞ്ഞു നിൽക്കുന്ന കണ്ണനെ നോക്കി ജസ്റ്റിസ് മേനോന്റെ കണ്ണുകൾ ആനന്ദത്താൽ നിറഞ്ഞു. കാലം അതിവേഗം കടന്നുപോയി. 10 വർഷങ്ങൾ ഒരു നിമിഷാർദ്ധം പോലെ മറഞ്ഞു. കൊച്ചിയിലെ സെഷൻസ് കോടതി സമുച്ചയം അന്നും പതിവ് പോലെ തിരക്ക് പിടിച്ചതാണ്. എന്നാൽ അന്നത്തെ ദിവസം 5ാം നമ്പർ കോടതി മുറിയിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചുബാലൻ മോഷണക്കുറ്റത്തിന് പ്രതിക്കൂട്ടിൽ വിറച്ചു നിന്ന അതേ മുറി. ഇന്നവിടെ വാദഭാഗങ്ങൾ നിരത്താൻ വന്നിരിക്കുന്നത് പുതിയൊരു യുവ അഭിഭാഷകനാണ്, അഡ്വക്കേറ്റ് കണ്ണൻ. ആത്മവിശ്വാസത്തോടെ ഫയലുകൾ കയ്യിലേന്തി നിൽക്കുന്ന അവനെ കണ്ടാൽ പഴയ ആ നാരങ്ങ വെള്ളക്കാരൻ പയ്യനാണെന്ന് ആരും പറയില്ല. യാദൃശ്ചികമെന്നേ പറയേണ്ടു. അവന്റെ കരിയറിലെ ആദ്യത്തെ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ ബെഞ്ചിന് മുൻപിലായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിനെ കിടപ്പാടം തട്ടിയെടുക്കാൻ ശ്രമിച്ച വലിയൊരു ഭൂമാഫിയയ്ക്ക് എതിരെയുള്ളതായിരുന്നു കണ്ണന്റെ ആദ്യ കേസ്. എതിർഭാഗത്ത് നഗരത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മുതിർന്ന അഭിഭാഷകർ. അവർ അവനെ ഒരു തുടക്കക്കാരനായി കണ്ട് പുച്ഛിച്ചു. എന്നാൽ വാദങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും അമ്പരന്നുപോയി. കണ്ണന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ആ കോടതി മുറിയിൽ മുഴങ്ങിക്കേട്ടു. നിയമത്തിന്റെ ഓരോ വകുപ്പുകളും അക്കമിട്ടു നിരത്തി. കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടെ അവൻ ആഞ്ഞടിച്ചു. മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആ പാവപ്പെട്ട കുടുംബത്തിന് കണ്ണനിലൂടെ നീതി ലഭിച്ചു. വിധി പ്രസ്താവിച്ച ശേഷം ജസ്റ്റിസ് മേനോൻ അഭിമാനത്തോടെ അവനെ നോക്കി. കോടതി നടപടികൾ അവസാനിച്ചു. ആളുകൾ ഓരോരുത്തരായി പുറത്തുപോയി. ജസ്റ്റിസ് മേനോൻ തന്റെ ചേംബറിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ കണ്ണൻ സാവധാനം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു വന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഗൗരവമുള്ള ആ അഭിഭാഷകൻ വീണ്ടും ആ പഴയ കൊച്ചുബാലനായി മാറി. വിതുമ്പലോടെ അവൻ അദ്ദേഹത്തിന്റെ കാലുകളിൽ തൊട്ടു വന്ദിച്ചു. സാർ, 10 വർഷം മുമ്പ് ഇതേ മുറിയിൽ ഞാനൊരു കുറ്റവാളിയായി തലതാഴ്ത്തി നിന്നിരുന്നു. അന്ന് നിങ്ങൾ എനിക്ക് തന്നത് വെറുമൊരു മോചനമല്ല, മറിച്ച് ഈ ജീവിതമാണ്. അന്ന് എനിക്ക് ലഭിച്ച നീതി ഇന്ന് മറ്റൊരാൾക്ക് നൽകാൻ എനിക്ക് സാധിച്ചു. അതിനേക്കാൾ വലിയൊരു പുണ്യം എനിക്കിനി നേടാനില്ല. കണ്ണന്റെ വാക്കുകൾ കേട്ട് ജസ്റ്റിസ് മേനോൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിന്നെ ഒരു അഭിഭാഷകനാക്കി മാറ്റിയതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് മോനെ. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു. കോടതിയുടെ പടവുകൾ ഇറങ്ങി കാറിനടുത്തേക്ക് നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി കണ്ണന്റെ ശ്രദ്ധ ആ പഴയ പടവുകൾക്ക് താഴെ പോയത്. അവിടെ പണ്ട് താൻ നിന്നിരുന്ന അതേ സ്ഥാനത്ത് പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ചെറിയ പയ്യൻ
ആ പഴയ തടിമേശയ്ക്ക് പിന്നിൽ നിന്ന് നാരങ്ങാ വെള്ളം നിൽക്കുന്നു. അവശത നിറഞ്ഞ മുഖമാണെങ്കിലും ആ കണ്ണുകളിൽ വല്ലാത്തൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. കണ്ണൻ സാവധാനം ആ കുട്ടിയുടെ അടുത്തേക്ക് നടന്നു. അവൻ പതറിയ കൈകളോടെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കണ്ണന് നേരെ നീട്ടി. അത് വാങ്ങി കുടിച്ച ശേഷം കണ്ണൻ അവന്റെ തോളിൽ തട്ടി സ്നേഹത്തോടെ ചോദിച്ചു, നിന്റെ പേരെന്താണെടാ? എന്റെ പേര് അരുൺ എന്നാണ് സാർ, അവൻ ഭയത്തോടെ മറുപടി പറഞ്ഞു. കണ്ണൻ കുറച്ചുനേരം ആ പയ്യനെ തന്നെ നോക്കി നിന്നു. തന്റെ സ്വന്തം ഭൂതകാലം ഒരു നിഴൽ പോലെ തന്റെ മുൻപിൽ നിൽക്കുന്നതായി അവന് തോന്നി. അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പണ്ട് ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ തന്റെ ഇരുണ്ട ജീവിതത്തിലേക്ക് വലിയൊരു വെളിച്ചവുമായി കടന്നു വന്നതുപോലെ ഈ കുട്ടിയുടെ ജീവിതത്തിലും ഒരു മാറ്റത്തിന്റെ വെളിച്ചമാകാൻ അഡ്വക്കേറ്റ് കണ്ണൻ ആ നിമിഷം തീരുമാനിച്ചു. കാലചക്രം വീണ്ടും ഉരുളുകയാണ്. നന്മയുടെയും നീതിയുടെയും ആ പ്രകാശം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. വലിയൊരു ദൗത്യത്തിന്റെ തുടക്കമെന്നോണം കണ്ണൻ ആ കുട്ടിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. കാലം എപ്പോഴും വിസ്മയങ്ങളുടെ ഒരു വലിയ പുസ്തകമാണ്. അതിലെ താളുകളിൽ ചിലർ തങ്ങളുടെ കണ്ണുനീരും വിയർപ്പും കൊണ്ട് ചരിത്രം എഴുതുമ്പോൾ മറ്റു ചിലർ സമ്പത്തിന്റെ അഹങ്കാരം കൊണ്ട് അത് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു. എന്നാൽ ദാരിദ്ര്യത്തിന്റെ ഇരുൾമൂടിയ തെരുവുകളിൽ പോലും അണയാതെ കത്തുന്ന ഒരു തിരുനാളമുണ്ട്, സത്യസന്ധത എന്ന ആന്തരിക പ്രകാശം. വിശപ്പിന്റെ വിളി കാതുകളിൽ മുഴങ്ങുമ്പോഴും രോഗശയ്യയിലുള്ള അമ്മയുടെ ജീവൻ നിലനിർത്താൻ പാടുപെടുമ്പോഴും അർഹതപ്പെടാത്ത ഒരു നാണയത്തൊട്ടിന്മേൽ പോലും തനിക്ക് അവകാശമില്ലെന്ന ഒരു കൊച്ചു ബാലന്റെ തിരിച്ചറിവാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ പാഠം. സമ്പത്തും അധികാരവും ആഡംബരവും മനുഷ്യരെ പലപ്പോഴും അന്ധനാക്കാം. സ്വന്തം വീഴ്ചകളും കുറ്റങ്ങളും മറച്ചുവെക്കാൻ അന്നന്നത്തെ അന്നത്തിന് വകയില്ലാത്ത നിരപരാധികളെ ബലിയാടാക്കാൻ വരെ ആ അന്ധത പ്രേരിപ്പിച്ചേക്കാം. പക്ഷേ പണത്തിന്റെ ആ വലിയ ഗർവിന് മുൻപിൽ സത്യം തോൽക്കരുതെന്ന് തീരുമാനമെടുക്കുന്നിടത്താണ് ഒരു യഥാർത്ഥ ന്യായാധിപന്റെ കണ്ണ് തുറക്കേണ്ടത്. അന്ധമായ നിയമവാചകങ്ങൾക്കും തെളിവുകൾക്കും അപ്പുറം മനുഷ്യന്റെ നിസ്സഹായതയെയും ഹൃദയത്തിലെ നിഷ്കളങ്കതയെയും വിവേകത്തോടെ തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ നീതി പുലരുന്നത്. ഒരു പാവപ്പെട്ടവന്റെ ആത്മാഭിമാനത്തിന് വിലയിടാൻ ആർക്കും അവകാശമില്ലെന്നും വിദ്യാഭ്യാസം എന്ന ആയുധം നൽകി ഒരു തെരുവ് ബാലനെ സമൂഹത്തിന്റെ കാവലാളായി മാറ്റാമെന്നും ആ മനുഷ്യസ്നേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്മ എന്നത് ഒരിക്കലും കെട്ടിക്കിടക്കുന്ന ഒരു തടാകമല്ല, മറിച്ച് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക്, തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഒഴുകേണ്ട ഒരു പുഴയാണത്. ഇരുളിൽ എപ്പോഴോ തനിക്ക് വഴികാട്ടിയായി ലഭിച്ച നീതിയുടെയും കരുതലിന്റെയും ആ സ്പർശം ഇനിയൊരിക്കലും ആർക്കും നിഷേധിക്കപ്പെടരുതെന്ന ദൃഢനിശ്ചയത്തോടെയായിരിക്കണം ഓരോരുത്തരും മുന്നോട്ട് നടക്കേണ്ടത്. താൻ കടന്നു വന്ന കനൽ വഴികളിൽ നിൽക്കുന്ന മറ്റൊരുവന് നേരെ സ്നേഹത്തിന്റെ ഒരു കൈ നീട്ടുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥ മനുഷ്യരാകുന്നത്. കാരണം നിസ്വാർത്ഥമായി നമ്മൾ കൊളുത്തിവെക്കുന്ന ഒരു ചെറിയ വെളിച്ചം മതി മറ്റൊരാളുടെ ജീവിതത്തിലെ വലിയൊരു അന്ധകാരം എന്നേക്കുമായി ഇല്ലാതാക്കാൻ. ആ സ്നേഹവും സത്യവും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നീതിയുടെ വെളിച്ചം ഒരിക്കലും കെട്ടുപോകില്ല. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്ക് തരാൻ മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമന്റും താഴെ രേഖപ്പെടുത്തുക. വീഡിയോക്ക് ഹൈപ്പും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്നേഹത്തോടെ നന്ദി മാത്രം.